ഹലോ ഫുട്ബോളിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിവിടെ അർജുനുണ്ട്. ബ്രോ സുഖാണോ അവിടെ? അടിപൊളിയായിട്ട് പോകുന്നു ബ്രോ. അവിടെ എന്തൊക്കെയുണ്ട്? നന്നായിട്ട് പോകുന്നു. എന്താണ് ബ്രോ സംഭവിക്കുന്നത്? ഒരുപാട് ഇമോഷൻസ് ഉണ്ടായിരുന്ന മത്സരമായിരുന്നു. നിങ്ങൾ നന്നായിട്ട് കളിച്ചു. പക്ഷെ അവസാന നിമിഷം ഫുട്ബോളിന്റെ ഒരു ക്രൂരത എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാന നിമിഷം എന്ത് വേണേലും സംഭവിക്കാം നമ്മൾ വിചാരിക്കുന്ന പോലെ. എങ്ങനെയുണ്ടായിരുന്നു പെർഫോമൻസ്? നല്ല അടിപൊളി കളിയായിരുന്നല്ലേ. ഞാൻ ശരിക്ക് വിചാരിച്ചത് ഗോൾ സ്കോറിങ് വരാത്ത കഴിഞ്ഞ പ്രാവശ്യം എത്തിഹാദിൽ കളിച്ച പോലത്തെ മത്സരമായിരിക്കുന്ന വിചാരിച്ചത്. കാരണം നമുക്ക് ഈ കളിനോട് അപ്രോച്ച് ചെയ്യുന്നത് നമുക്ക് അറ്റാക്കിംഗ് ത്രെഡ്സ് ആരുമില്ല. നമ്മൾ കീ പ്ലെയർ കളിക്കുന്നില്ല, ചാൻസസ് ക്രിയേഷൻ വളരെ ഡൗട്ടാണ്. അപ്പൊ ഇക്കളി എങ്ങനെ ആർസണൽ അപ്രോച്ച് ചെയ്യുന്ന കണ്ട ആ സമയത്ത് ഞാൻ ടീം ഷീറ്റൊക്കെ ആദ്യം നോക്കുന്ന സമയത്ത് മിഡ്ഫീൽഡ് ആദ്യം മേ ബി ഒരു എറർ ആയിരിക്കും. ഞാൻ ആദ്യം കണ്ടത് ജോർജീനിയോ, പാട്ടേ, റൈസ് എന്നാണ്. അപ്പൊ എനിക്ക് ഉറപ്പായി ഓക്കെ ഇത് ഡിഫൻസിലുള്ള പരിപാടിയാണ്. പക്ഷെ പിന്നെ ലൈനപ്പ് വന്ന് ശ്രദ്ധിച്ചാൽ മനസ്സിലായി ഓക്കെ ട്രൊസാർഡ് കളിക്കുന്നുണ്ട്. അപ്പൊ മേ ബി അപ്പൊ കളി കണ്ടു നോക്കാന്നുള്ള ഇതായി. പിന്നെ കളി തുടങ്ങി വേഗം തന്നെ ഒരു 12 മിനിറ്റോ എത്രാമത്തെ മിനിറ്റിലെ ഗോൾ വന്നത്? ഹാലൻഡിന്റെ ഗോൾ നയൻത് വന്നു മിനിറ്റ്, നയൻത് 9th മിനിറ്റിൽ തന്നെ. മിനിറ്റില്. ആ കറക്റ്റ്. സോ അതിനുശേഷം ഞാൻ വിചാരിച്ചു ഇനി എങ്ങനെയായിരിക്കും കളി അപ്രോച്ച് ചെയ്യാന്ന്. അപ്പൊ നമ്മളെ ഇറ്റാലിയൻ ലസാനിയ പുള്ളിക്കാരൻ വന്നൊരു കിടിലൻ ഗോളൊക്കെ അടിച്ച്. അപ്പോ പിന്നെ അതിനുശേഷം പിന്നെ ആർസണൽ ഒരു 35 മിനിറ്റ്സ് ഒക്കെ ആയപ്പോൾ കളിയുടെ ഡൈനാമിക്സ് കംപ്ലീറ്റ് അങ്ങോട്ട് മാറി. കളി കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. ആ ഒരു മെന്റൽ ബ്രേക്കർ ഉണ്ടല്ലോ, അത് ഷിഫ്റ്റ് ചെയ്യാൻ പറ്റി. നമ്മൾ ലീഡിൽ വന്നു, ഇനിയിപ്പോ കളി നന്നായിട്ട് ബാലൻസ് ചെയ്യാൻ പറ്റണം എന്നുള്ള കളിയൊക്കെ വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് പോയായിരുന്നു. അന്നേരാണ് ആ വൃത്തികെട്ടവൻ ആവേശമില്ലാതെ ഒരു കളീന്റെ മാഗ്നിറ്റ്യൂഡ് കംപ്ലീറ്റ് ഉണ്ടെങ്കിൽ നശിപ്പിക്കാനുള്ള രീതിയിൽ ഒരു റെഡ് കാർഡ് എടുത്ത് കൊടുത്തത്. അതിനുശേഷം പിന്നെ ഒബ്വിയസ്ലി ഇനിയിപ്പോ ലോകത്തിൽ ഏത് ടീം ആയിക്കോട്ടെ, കഴിഞ്ഞ പ്രാവശ്യം റയൽ മാഡ്രിഡ് എത്തിഹാദിൽ പോയി 11 പേര് കളിച്ചിട്ട് അവരങ്ങനെ കളിച്ചത്. അപ്പൊ പിന്നെ നമ്മളെ പോലത്തെ ഒരു ടീം സെക്കൻഡ് ഹാഫിൽ ഒരു ലീഡ് പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള വേറെ ഒരു ചോയ്സും ഇല്ല കളിക്കാൻ. ബ്ലോക്ക് ചെയ്യുക, ബസ് പാർക്ക് ചെയ്യുക, ട്രെയിൻ പാർക്ക് ചെയ്യുക, എന്ത് തേങ്ങ പാർക്കിലാണെങ്കിൽ അവിടുന്ന് ഒരു 3 പോയിന്റ് ആയിട്ട് വരിക. ആ ഒരു ഉദ്ദേശത്തിലാണ്. അതിപ്പോ ഏത് ടീമാണെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ കളിക്കുള്ളൂ. അപ്പൊ അതന്നെ ആർസണലും ചെയ്തുള്ളൂ. ഇതിപ്പോ മീഡിയ ഇതിന് മാത്രം ഇപ്പൊ പറയുന്നുള്ള കാര്യം ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. അല്ല, പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫുട്ബോൾ ബ്രെയിൻ, റൈറ്റ്? അപ്പൊ മൊറീഞ്ഞിനൊക്കെ നമ്മൾ പറയാറുണ്ട്, പുള്ളി പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓക്കെ പൊസിഷൻ ഇല്ല, പക്ഷെ കളി ജയിച്ച് 3 പോയിന്റ് കിട്ടി, അതാണ് പുള്ളി പറയാറുള്ളത്. അതെ, ബാക്കിയൊക്കെ അതന്നെയാണ് എന്നെ അത്ഭുതപ്പെടുത്തുന്നത്. ഇതിപ്പോ ആർട്ടറ്റ ആദ്യമായിട്ട് കൊണ്ടുവന്ന ഒരു ടാക്ടിക്സ് ഒന്നല്ല ഇത്. ഡിയാഗോ സിമിയോണെ ഇത് ചെയ്യുന്നേരം ആ പുള്ളിക്കാരൻ ടാക്ടീഷ്യൻ, മെജിഷ്യൻ എന്നൊക്കെ പറയും. മൗറിയന് ചെയ്യുന്നേരം പറയും അത് ഭീകരാണ്. വേറെ ഏത് ആള് കൊണ്ടുവന്നാൽ ഇപ്പൊ ന്യൂ കാസിലിന്റെ കോച്ച് ചെയ്താലാണെങ്കിലും അത് ഗംഭീരം. കഴിഞ്ഞ 2 കൊല്ലം മുമ്പ് എമിറേറ്റ്സിൽ വന്നിട്ട് അവര് 3 പോയിന്റ് എടുത്തിട്ട് പോയ സമയത്ത് മീഡിയ കംപ്ലീറ്റ് കൊട്ടി ഘോഷിച്ചായിരുന്നത് അവര് ഡിഫൻസ് കണ്ടില്ല, എന്ത് യൂണിറ്റിയാണ്, ആർസണൽ ബ്രേക്ക് ഡൗൺ ചെയ്യാൻ പറ്റിയില്ല എന്നൊക്കെ. ഇവിടെ അത്ര തന്നെ സംഭവിച്ചില്ലേ. പക്ഷെ ഇത് ആർസണൽ ആയതുകൊണ്ട് അജണ്ട മാറി വേറെ പ്രശ്നങ്ങളാണ് ഇപ്പോ. എന്താണ് ബ്രോ റെഫറിങ് പ്രശ്നങ്ങളെ പറ്റി പറയാൻ? ഒരുപാട് 2-3 കാര്യങ്ങൾ ഹൈലൈറ്റ് ചെയ്യാനുണ്ട്. ഒന്ന്, ആദ്യത്തെ ഗോളില് സിറ്റിയുടെ ഫാൻസ് ഒക്കെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ കോൾ വാക്കർ റെഡി ആയിരുന്നില്ല, അതിന്റെ മുമ്പ് ആ ബോൾ സ്റ്റാർട്ട് ചെയ്തു എന്നുള്ള ഒരു സംഭവം പറയുന്നുണ്ട്. പിന്നെ പറയുന്നത് ഡോക്കു ഇതേപോലെ തന്നെ ബോൾ തട്ടി പുള്ളിക്ക് യെല്ലോ കാർഡ് കിട്ടാത്ത ഒരു ഇൻസിഡന്റ് പറയുന്നുണ്ട്. പിന്നെന്ന് പറയുന്നത് സെക്കൻഡ് യെല്ലോ കൊടുക്കേണ്ട, ഇപ്പോ ഓൺ പേപ്പർ യെല്ലോ കൊടുക്കാം, റൈറ്റ്? നമ്മൾ കാണാറുണ്ട് യെല്ലോ കൊടുക്കുന്നത്. പക്ഷെ എല്ലാ ഡിസ്റ്റൻസ് യെല്ലോ കൊടുക്കാറുണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല എന്ന് പറയണം. അത് കറക്റ്റ്. റെഫറിയുടെ മൂഡ് പോലെയാണ്. ചില ഡിസ്റ്റൻസ് കൊടുക്കും, ചിലത് അവരെ ബൗൺ ചെയ്ത് വിടും, ചിലത് ഇമ്മീഡിയറ്റ് ആയിട്ട് യെല്ലോ കൊടുക്കും, അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. പക്ഷെ സെക്കൻഡ് യെല്ലോയിലേക്ക് പോകുമ്പോൾ പലപ്പോഴും കൺസിഡർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ വാർണിംഗ് ഒക്കെ കൊടുത്തിട്ട് ഇനി ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നൊക്കെ പറയാറുണ്ട്. എന്താണ് ബ്രോയുടെ ഒരു അഭിപ്രായം റെഫറിങ്ങിനെ പറ്റിയിട്ട്? ഇതിപ്പോ ഇതിപ്പോ ഇപ്പൊ നിങ്ങളിപ്പോ ബ്രോ പറഞ്ഞ പോലെ കാർഡ് കൊടുക്കാം, കൊടുക്കാതിരിക്കാം. പക്ഷെ ഇതിപ്പോ ഈ സീസണിലെ അല്ലെ ഈ 2024-2025 ഏറ്റവും ഇമ്പോർട്ടന്റ് മാച്ച് ആണ് എത്തിഹാദിൽ കഴിഞ്ഞത്. അത്രയും മാഗ്നിറ്റ്യൂഡിൽ അല്ലെ അത്രയും ഡെപ്തിൽ കളിക്കേണ്ട ഒരു കളി ഒരു കാർഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് കൊളാവും, റൈറ്റ്? ഇതേ റെഫറിയാണ് കഴിഞ്ഞ പ്രാവശ്യം കോവച്ചിച്ച് 2 സ്ലൈഡ് ടാക്കിൽ, അതായത് 2 അപ്പർ ബൂട്ട്, 2 ഷിന്നിനാണോ അല്ലെങ്കിൽ ടോലാന്ന് എനിക്ക് ഓർമ്മയില്ല, ഡെക്ലൻ റൈസിനെയും പിന്നെ ആരായിരുന്നു, മാർട്ടിൻ ഒഡേഗാർഡിനെയും കാൽ വെച്ച് സ്റ്റഡ് വെച്ച് അമർത്തിയിട്ട് അതെന്താ റെഡ് കാർഡ് കൊടുക്കാഞ്ഞത് മീഡിയ ചോദിച്ചാൽ അയാൾ പറഞ്ഞത് അത് കളീനെ റൂയിൻ ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ കൊടുക്കാഞ്ഞത് എന്ന്. ആ തേങ്ങ കഴിഞ്ഞാൽ ഇവിടെ സംഭവിച്ചത്. ഇപ്പൊ പിന്നെ ഇതെന്ത് കോപ്പറി വരുന്നത് കൊടുക്കേണ്ട കാര്യം? കാരണം ലീഡിൽ നിൽക്കണമെന്നാണ്. ഇതിപ്പോ കൊളാവുന്നുണ്ടെങ്കിൽ എന്നാ പിന്നെ കൊടുക്കേണ്ട കാര്യമല്ലോ. ഇതിപ്പോ റെഫറീസ് ചെയ്യേണ്ട ഒരു സംഭവം കൺസിസ്റ്റൻസി കൊണ്ടുവരുന്നുള്ളതാ. യെല്ലോ കൊടുക്കണോ, സെക്കൻഡ് ബോൾ കിക്ക് ചെയ്യുന്നതിന് കൊടുത്തോ, എല്ലാ കളികളിലും കൊടുക്കണം, റൈറ്റ്? ഇതിപ്പോ ഞാൻ ഇപ്പൊ പല കളികളിൽ കണ്ടു. ഇപ്പൊ നോട്ടിംഗ്ഹാം ഫോറസ്റ്റും ലിവർപൂളും ആൻഫീൽഡിൽ കളിച്ച കളിയില് സൊബസ്ലൈന്റെ അടുത്ത് ഇതേപോലെ പുള്ളിക്കാരൻ വിസിലിന് വന്നതിന് ശേഷം ബോൾ ചവിട്ടി തെറിപ്പിച്ച് കളഞ്ഞു, റൈറ്റ്? ഒന്നും കൊടുത്തില്ല അതിന്. വേറെ റെഫറിയാണ്, ഞാൻ ഒളിവറിനെ മാത്രമല്ല പറയുന്നത്. പക്ഷെ
ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാ കിക്കിനും നിങ്ങൾ യെല്ലോ കൊടുക്കണം. ഇതിപ്പോ നമ്മള് ഈ കഴിഞ്ഞ 5 കളികളിൽ ആസ്നലിന് മാത്രം 2 റെഡ് കാർഡ് ബോൾ കിക്കിന് കിട്ടിയിട്ടുള്ളൂ എന്ന് വിചാരിച്ചിട്ട് ബാക്കിയുള്ള ടീമുകൾ ബോൾ കിക്ക് ചെയ്യുന്നില്ല എന്നല്ലല്ലോ, എല്ലാവരും ചെയ്യുന്നുണ്ട്. ഡോക്ക് കിക്ക് ചെയ്ത് ഓക്കെ ശരി, ഓക്കെ അത് കൊടുത്തില്ല, അങ്ങനെയാണെങ്കിൽ ഇതും കൊടുക്കാൻ പാടില്ല. അതിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതിന് കൊടുക്കാം, 100% അഗ്രീഡ്, റൈറ്റ്? അതെ അതെ ഇതിപ്പോ ഒരു കൺസിസ്റ്റൻസി ഇല്ലാത്ത രീതിയിൽ ഇതിപ്പോ ആസ്നൽ ടാർഗറ്റ് എന്നല്ല ഞാൻ പറയുന്നത്, പക്ഷെ അത്രയും മാഗ്നിറ്റ്യൂഡിൽ കളിക്കുന്ന ഒരു കളി, അല്ലെങ്കിൽ ഇപ്പൊ ഇതിനു മുമ്പ് ബ്രൈറ്റൺ ആസ്നൽ വന്ന കളിയിൽ അത്രയും ഫീബിൾ ടച്ച്, അതിനുശേഷം വന്ന് പുള്ളിക്കാരൻ ഡെക്ലൻ റൈസിന് വന്ന് അന്ന് ഡെക്ലൻ റൈസ് അവിടെ വീണ് കിടക്കുകയായിരുന്നുണ്ടെങ്കിൽ കളി മാറിയേനെ. പുള്ളിക്കാരൻ അവൻ ഇടിയിട്ട് വന്നതിന്റെ പ്രധാന കാരണം മറ്റവന് യെല്ലോ കിട്ടിയിട്ട് അവൻ ഒരു റെഡിലാണ് ഉള്ളത്. സെക്കൻഡ് യെല്ലോ കിട്ടി പുറത്ത് പോകണ്ടെന്നുള്ള ഒരു ഇന്റൻഷൻ കൊണ്ട് മാത്രമാണ് ഡെക്ലൻ റൈസ് എണീറ്റ് വന്നത്. അല്ലെങ്കിൽ അവിടെ കിടന്നിട്ട് അവന് റെഡ് കിട്ടും, ഷുവറാണ്. ഇതാ പറഞ്ഞത്, ഇപ്പൊ പുതിയ മീഡിയ ഒരു പദവി കൊണ്ടുവന്നിട്ട് ലാസ്റ്റിന് വേണ്ടി, എന്താ അതിന് പേര്, ഡേർട്ടി ആർട്സ്ന്നോ, ആ അങ്ങനെ എന്തോ പറഞ്ഞൊരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. ഇതൊക്കെ ഫുൾ അജണ്ടയാണ്, വേറെ ഇപ്പൊ ഒന്നും പറയാനില്ല. റെഫറീസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഫുട്ബോൾ ഇപ്പൊ ഓൾറെഡി റൂയിൻഡ് ആണ്, ഇനിയിപ്പോ ഒന്നും കൂടെ റൂയിൻ ആയി കിട്ടും. മനസ്സിലായി മനസ്സിലായി. ഇപ്പൊ മറ്റൊരു കാര്യം പറയാനുള്ളത് ഡേവിഡ് റായനെ പറ്റിയിട്ടാണ്. പുള്ളി കഴിഞ്ഞ UCL അറ്റ്ലാന്റിക്കെതിരെ എന്റെ പൊന്നോ അടിപൊളി 3-4 സേവ്സ് ഉണ്ടായിരുന്നു. പുള്ളി പെനാൽറ്റി, ഡബിൾ സേവ്സ്, സിറ്റിക്കെതിരെ റൈറ്റ് വിങ്ങിലേക്ക് ചാടിയിട്ടുള്ള ഒരു സേവ് ഉണ്ടായിരുന്നു, ക്ലോസ് റേഞ്ചിലുള്ള ഒരു സേവ് ഉണ്ടായിരുന്നു. പുള്ളി എനിക്ക് തോന്നുന്നു ആ ഡിഫ്ലക്ഷൻ വന്നിട്ടില്ലെങ്കിൽ അവസാനം ജോൺ സ്റ്റോൺസിന്റെ ഗോളും പുള്ളി സേവ് ചെയ്യായിരുന്നു. പക്ഷെ ആ ഡിഫ്ലക്റ്റ് ആയി പുള്ളിയുടെ കൈ തട്ടിപ്പോയി. ഇമെൻസ് ആയിരുന്നു. പുള്ളിനെ നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. അടിപൊളി റിയാക്ഷൻസ് ആണ്. ഇപ്പോൾ ഷോട്ട്സ് ആയാലും, ഷോർട്ട് സ്റ്റോപ്പർ ആയാലും, ബോൾ ഡിസ്ട്രിബ്യൂഷൻ ആയാലും പുള്ളി എനിക്ക് തോന്നുന്നു ഈ സീസണിൽ നല്ല രീതിയിൽ തന്നെ കളിക്കുന്നതായിട്ട് തോന്നുന്നത്. കറക്റ്റ്. ഇപ്പോ ആർസണൽ ഫാൻസിന്റെ അടുത്ത് ആരെടുത്ത് ചോദിച്ചാലും പറയും, കഴിഞ്ഞ സീസണിൽ റായ ഒബ്വിയസ്ലി പുള്ളിക്കാരൻ ഗ്ലിംസസ് തന്നിട്ടുണ്ടായിരുന്നു, ഓക്കെ ഐ ക്യാൻ ബി ബെറ്റർ, വേ ബെറ്റർ എന്നുള്ളത്. അതിപ്പോ ഈ സീസൺ തുടങ്ങിയതിനു ശേഷം പുള്ളിക്കാരൻ ഔട്ട്സ്റ്റാൻഡിങ് പെർഫോമൻസ് ആണ്, ഒന്നും പറയാനില്ല. കാരണം ഇപ്പോൾ വേൾഡിൽ വെച്ച് നോക്കുകയാണെങ്കിൽ മേ ബി ഒരു ടോപ്പ് 3 അല്ലെങ്കിൽ ടോപ്പ് 4 ഗോൾ കീപ്പേഴ്സിൽ ഒബ്വിയസ്ലി ഡേവിഡ് റായ ഉണ്ടാവും, റൈറ്റ്? പിന്നെ ഞാൻ അങ്ങനെ ആർസണൽ ഫാനായിട്ട് പറയുകയല്ല, പക്ഷെ എന്റെ അഭിപ്രായത്തിൽ പ്രീമിയർ ലീഗ് ഏറ്റവും നമ്പർ 1 ഗോൾ കീപ്പർ ആലിസൺ ആണ്. പുള്ളിക്കാരൻ ത്രൂ ഐ മീൻ ഇയർ ആൻഡ് ഇയർ പുള്ളിക്കാരൻ ഒരു ഡിഫറെന്റ് ലീഗ് തന്നെയാണ്. ഒബ്വിയസ്ലി അതിനുശേഷം ഡേവിഡ് റായ മേ ബി ഈ ഇയറിൽ നമുക്ക് അതൊരു തീരുമാനമായി കിട്ടും. ആർസണൽ അഥവാ ജയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡേവിഡ് റായന്റെ ഒരു വലിയ പങ്കുണ്ടാവും. പിന്നെ ഈ കഴിഞ്ഞ ഒരു 3-4 കളിയായിട്ട് ഇപ്പൊ ഇത് ആസ്റ്റൺ വില്ല മുതൽ തുടങ്ങിയതാണ്. ആസ്റ്റൺ വില്ലയിൽ നിന്ന് ഒരു ഡബിൾ സേവ് ഉണ്ടായിരുന്നു, പുള്ളിക്കാരൻ കിട്ടുന്ന സേവ്. പിന്നെ അറ്റ്ലാന്റക്കെതിരെയുള്ള പെനാൾട്ടി, പിന്നെ യുണൈറ്റിനെതിരെ 9 സേവുകൾ എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു. വെരി വെരി ഡോമിനന്റ്, റൈറ്റ്? ബാക്ക് ലൈൻ പുള്ളിക്കാരൻ ഇങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് ഇങ്ങനെ കേൾക്കാൻ പറ്റുന്നുണ്ട്. ഡിഫൻസ് നന്നായിട്ട് ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. പിന്നെ നല്ല നല്ല എന്താ പറയാ, ഹി യൂസസ് ഹിസ് ബ്രെയിൻ അലോട്ട്, റൈറ്റ്? അങ്ങനെ പല ഇൻസ്റ്റൻസിലും തോന്നിയിട്ടുണ്ട്. കാരണം ഒരു ചെറിയ ടച്ച് എത്രമാത്രം ഡിഫറൻസ് ഉണ്ടാക്കുന്നുണ്ട് നമുക്ക് മനസ്സിലാവും, റൈറ്റ്? അപ്പോ ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞു, ഞാൻ ഒരു ഭയങ്കര ആരൺ റാംസ്ഡെയിൽ ഫാനാണ്, റൈറ്റ്? പക്ഷേ മിക്കൽ ആർട്ടൻ ഒന്നും കൂടെ പ്രൂവ് ചെയ്താണ് പുള്ളിക്കാരൻ എന്തിനാണ് ഡേവിഡ് റായനെ കൊണ്ടുവന്നത്. ഇപ്പൊ ഒരു സ്റ്റെപ്പ് അപ്പ് ആണ് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടാവും. ഒബ്വിയസ്ലി റാംസ്റ്റെയിന് പുള്ളിക്കാരൻ്റെതായ പ്രോസും കോൺസ് ഒക്കെ ഉണ്ട്, പക്ഷേ ഡേവിഡ് റായ ഇസ് ഡെഫിനറ്റ്ലി ആൻ അപ്ഗ്രേഡ്, ബ്രില്യൻ കീപ്പർ. അതെ, അവസാനത്തെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇപ്പോൾ സിറ്റിയുടെ കാര്യം നോക്കിയാൽ റോഡ്രി സീസൺ ഔട്ട് ഇഞ്ചുറി ആയി, പുള്ളി പുറത്തേക്ക് പോയി. ഡിബ്രോയിൻ ഇഞ്ചുറിയാണ് പുള്ളി പുറത്തേക്ക് പോയ സിറ്റുവേഷനാണ്. ഇപ്പോൾ സിറ്റി നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പലപ്പോഴും പറയാറുള്ള ആ ഫോമിൽ കളിക്കുന്ന പോലെ തോന്നില്ല. അവർക്ക് ചില വീക്ക്നെസ് ഒക്കെ കാണുന്നുണ്ട്. ഹാലണ്ട് നല്ല ഫോമിലാണ്, പക്ഷെ മറ്റ് പ്ലേയേഴ്സൊക്കെ ചിപ്പിൻ ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കറിയില്ല. ഇപ്പോൾ ലോങ് റൺ ഓഫ് ദ സീസൺ ആണ്. ബ്രോ ഈ സീസണിൽ എന്തായാലും നിങ്ങൾ നന്നായിട്ട് കളിക്കുന്നുണ്ട്. ഐ തിങ്ക് ഈ സീസണിൽ എന്തായാലും ഒരു പോസിറ്റീവ് കൊണ്ടുവരാൻ വേണ്ടി ആർട്ടേറ്റ ശ്രമിക്കുമോ? തീർച്ചയായിട്ടും. ഇപ്പൊ റോഡ്രിന്റെ ഇഞ്ചുറി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പോ മാഞ്ചസ്റ്റർ സിറ്റി കളിക്കുന്ന അടുത്ത 8 കളികൾ അവര് ടോപ്പ് 10 മുകളിലോട്ടുള്ള ടീമുകളായിട്ട് കളിയൊന്നുമില്ല. അവർക്ക് റോഡ്രിനെ വേണ്ട അടുത്ത 8 കളി ജയിക്കാൻ, റൈറ്റ്? പുള്ളിക്കാരന്റെ ഗ്യാപ്പിൽ ഇപ്പോ കോവച്ചിസിന് കളിക്കാം, ഗുണ്ടവന് കളിക്കാം, നിഗോറോവിച്ചിന് കളിക്കാം. അങ്ങനെ ഇപ്പൊ 3-4 പ്ലേയേഴ്സ് അവർക്ക് ഓൾറെഡി ഉണ്ട് കളിക്കാം. പക്ഷെ റോഡ്രിന്റെ അത്ര അടിപൊളിയാന്ന് വെച്ചാൽ ഒരിക്കലും അല്ല. പക്ഷെ കളിക്കാൻ ആൾക്കാരുണ്ട് അവർക്ക്. പിന്നെ ഇനി വരാൻ പോകുന്ന കളികളിൽ അവർക്ക് റോഡ്രിന്റെ ആവശ്യമുണ്ടോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇല്ല. കാരണം മാഞ്ചസ്റ്റർ സിറ്റിക്ക് ഈസി ആയിട്ട് ജയിക്കാൻ പറ്റുന്ന കളികൾ അടുത്ത ഷെഫീൽഡ്, ബോൺമൗത്ത് അങ്ങനത്തെ ക്ലബ്ബൊക്കെ ആയിട്ടാണ് വരുന്നത്, റൈറ്റ്? പിന്നെ ഒബ്വിയസ്ലി റോഡ്രിന്റെ മിസ് തന്നെയാണ്. എന്റെ അടുത്ത് ഇപ്പൊ ഒരു 100 മില്യൺ ചോദിച്ചിട്ട് പ്രീമിയർ ലീഗിൽ ഏത് പ്ലെയറിനെ സൈൻ ചെയ്യുന്നത് വെച്ചാൽ ഒബ്വിയസ്ലി റോഡ്രി എന്നേ പറഞ്ഞു. പുള്ളിക്കാർ ഒരു ബാലൻ ഡിയോർ കൂടെ റോഡ്രി വിൻ ചെയ്യാനുള്ളൂ. അത്രയും മാത്രം പൊട്ടൻഷ്യൽ പ്ലെയർ ആണ്. ഞാൻ ഭയങ്കര എന്താ പറയാ, റെസ്പെക്ട് എന്ന് ഞാൻ പറയില്ല, ബട്ട് ഹീസ് എ ബ്രില്യൻ പ്ലെയർ, റൈറ്റ്? അപ്പോ അതുകൊണ്ട് ആർസണലിന്റെ ടൈറ്റിൽ ഹോപ്സിന് ഇപ്പൊ ആർസണൽ ഒന്നും കൂടെ പ്രഷറിലായി. ഇനിയിപ്പോ മീഡിയ എന്താ പറയാന്നറിയോ, റോഡ്രി ഇല്ല, ഇനിയിപ്പോ മാൻ സിറ്റി ഏതെങ്കിലും ഒരു പോയിന്റ് ഡ്രോപ്പ് ചെയ്യേണ്ട ആർസണലിന് അടിച്ചു കയറി കൂടെ എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ഈ മീഡിയ ചെയ്യുന്ന സംഭവം, ഈ അജണ്ട ഉണ്ടല്ലോ, ഒരു രക്ഷയില്ല. ഞാൻ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവം പറയാം. ഈ സ്കൈ സ്പോർട്സിന്റെ ഒരു പരിപാടി ഉണ്ട്,
ജെമി കാരിയറിനെ വെച്ച് ചെയ്യുന്ന ഓവർലാപ്പ് എന്ന് പറഞ്ഞത്. അതായത് ഈ പണ്ടത്തെ നാന മനോരമ പോലത്തെ പുസ്തകങ്ങളിൽ ഗോസിപ്പുകളൊക്കെ വരൂലേ, ആ സംഭവമാണ് അത്. ഓക്കെ, ഓക്കെ. അപ്പോ ഇതില് ഇന്ന് ഉണ്ടായിരുന്ന ആർസണൽ ചീറ്റ്സ് എന്നാണ് അവരുടെ തംബ്നെയിൽ. ഓക്കെ, അപ്പൊ അത് കണ്ടിട്ട് എനിക്കൊക്കെ ഷോക്കായി, ഇവരെന്ത് ഇങ്ങനെയൊക്കെ എഴുതുന്നത് വിചാരിച്ചിട്ട്. ഇത് എന്നിട്ട് അവസാനം എന്തൊക്കെയോ പ്രഷർ കാരണം എന്താ സംഭവിച്ചാൽ ഒരു 5-6 മണിക്കൂറാണ് അവർ തംബ്നെയിൽ മാറ്റിയിട്ട് സിറ്റി ഗിൽറ്റി എന്നാക്കി. ഓക്കെ, ഓ. സോ അതാ പറയുന്നത്. അതിന്റെ അകത്ത് പോൾ സ്കോൾസ് ഒക്കെ പറയുന്ന കാര്യം, ആർസണൽ ടൈം വേസ്റ്റിംഗ് ആണ്, ഇറ്റ് ഇസ് നോട്ട് ടാക്ടിക്സ്, ഇറ്റ് ഇസ് ചീറ്റിംഗ് എന്നൊക്കെ. ഈ പോൾ സ്കോൾസിന്റെ പോലത്തെ പ്ലേയേഴ്സിന്റെ വായി നിന്നൊക്കെ ഇത് കേൾക്കുന്നേരം അത്ഭുതം തോന്നുന്നു. കാരണം അവർക്ക് 10-20 കൊല്ലം ഫുട്ബോൾ ഹെറിറ്റേജുള്ള ആൾക്കാരാണ്. ഇതൊക്കെ കാലാകാലങ്ങളായിട്ടുള്ള സംഭവങ്ങളാണ് ഈ ടൈം വേസ്റ്റിംഗ് എന്നൊക്കെ ഉള്ളത്. ഈ 10 ആൾക്കാര് 12 ആളോടെ അന്ന് കളിച്ചത്, റൈറ്റ്? അപ്പൊ നമ്മൾ കുറച്ച് ടൈം വേസ്റ്റിങ്ങിന്റെ ചെയ്യും, ഒബ്വിയസ്ലി അത് ചെയ്യും. അതിപ്പോ എല്ലാരും ചെയ്യുന്ന സംഭവമാണ്, ഇതിപ്പോ പുതിയതായിട്ടുള്ള സംഭവം ഒന്നല്ല. അപ്പൊ ഇതൊക്കെ കേൾക്കുന്നേരാണ് പ്രശ്നം വരിക. അപ്പൊ ഈ ഒബ്വിയസ്ലി എജൻഡ ഇനി ഇൻക്രീസ് ആകുന്നതിനെ കൂടി ഇനി പാസിന്റെ മേലെ ഒന്നുകൂടെ പ്രഷർ വരും. റോഡ്രി ഇഞ്ചുറി ഇനിയാണ് നിങ്ങൾക്ക് ബെസ്റ്റ് ടൈമാണ് മക്കളെ, പോയി കപ്പടിച്ചോ. ഏതാണ്ട് റോഡ്രി പോയാല് ഒബ്വിയസ്ലി റോഡ്രി ഒരു 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 പ്രധാന കണ്ണിയാണ് അവരുടെ സിസ്റ്റത്തില്. ബട്ട് അഗൈൻ റോഡ്രി ഇല്ലാന്ന് വിചാരിച്ചിട്ട് ആർസണലിന്റെ ഹോപ്സ് കൂടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഇല്ല. സിറ്റിയാണ്, അവർ റോബോട്ട്സ് ആണ്, അവർ പോയി കപ്പടിക്കും, റൈറ്റ്? പക്ഷെ ചാൻസ് ആണ് ഇത്. ഇപ്പൊ ഈ കഴിഞ്ഞ എത്തിഹാഡിൽ നടന്ന സംഭവം ആർസണലിന്റെ ക്യാമ്പില് വളരെയധികം എന്താ പറയുക, ഒരു എനർജി ക്രിയേറ്റ് ചെയ്യാൻ സംഭവിച്ചിട്ടുണ്ട്. എല്ലാവരും ഭയങ്കര പംപ്ഡ് ആയിട്ടുണ്ടാവും. ഇനിയിപ്പോ അടുത്ത എമിറേറ്റ്സിൽ സിറ്റി വരുന്നവരുള്ള കളി, അത് കിട്ടില്ല കളിയായിരിക്കും. ഓക്കെ ബ്രോ, അപ്പൊ എന്തായാലും നല്ലൊരു ഡിസ്കഷൻ ആയിരുന്നു. താങ്ക് യു സോ മച്ച് ജോയിൻ ചെയ്തതിൽ. നമുക്ക് ഒരു വീക്ക് കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി കാണാം. ജോയിൻ ചെയ്തതിൽ വളരെ നന്ദി. ഷുവർ ബ്രോ, Yeah, ഷുവർ take care. ഷുവർ. Bye. ഓക്കെ Yeah, bye. Bye. ഓക്കെ, ബൈ.